ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്മാർട്ട് സ്കോളർഷിപ്പ് എക്സാം 2024 ജനുവരി 13 നടക്കുന്നു. അതിന് ആസ്പദമാക്കിയിട്ട് നിങ്ങൾക്ക് മുമ്പൊരു എക്സാം നടത്തിയിരുന്നു. അതിന് പഠിക്കാൻ തന്ന ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. ആ ഗൈഡിൽ നിന്ന് വന്ന ജനറൽ ചോദ്യങ്ങൾ ഒന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ്. അപ്പോൾ ഇതിനോട് ആസ്പദമായ ചില ചോദ്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ വായിക്കുമ്പോൾ ഞാൻ പറയാം. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്നാമത് എന്താ അവിടെ വന്നത്? ഉഭയജീവിയായ തവള വെള്ളത്തിലായിരിക്കുമ്പോൾ ശ്വസിക്കുന്നത് എങ്ങനെയാണ് ഉഭയജീവിയായ തവള ശ്വസിക്കുന്നത്? അതിൻ്റെ ചർമ്മം കൊണ്ടാണ് ശ്വസിക്കുന്നത്. അപ്പോൾ അതുപോലെ മത്സ്യം, വെള്ളത്തിൽ ജീവിക്കുന്നൊരു ജീവിയാണ് മത്സ്യം. അതെങ്ങനെയാണ് ശ്വസിക്കുന്നത്? അതിൻ്റെ ചെകിള കൊണ്ടാണ് മത്സ്യം ശ്വസിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കട്ടോ. പിന്നെന്താണ്? വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തേക്ക് വരുന്ന ഭാഗം ഏത്? ആദ്യം പുറത്തേക്ക് വരുന്നത് ബീജമൂലമാണ്. നമ്മൾ ഒരു വിത്ത് മുളപ്പിച്ചാൽ അതിൻ്റെ ആദ്യം പുറത്തേക്ക് വരുന്ന ഭാഗത്തെ ബീജമൂലം എന്നാണ് പറയുക. അപ്പോൾ മനസ്സിലാക്കുക. അടുത്തതെന്താണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആദ്യം നടന്നത്. അപ്പോൾ മനസ്സിലാക്കുക. പിന്നെന്താണ്? കാലുകൊണ്ട് രുചി അറിയുന്ന ജീവിയാണ് ചിത്രശലഭം. അപ്പോൾ നിങ്ങൾ സ്കൂളിൻ്റെ പാഠഭാഗത്തിൽ ഒരുപാട് ചിത്രശലഭങ്ങളെ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൽ കേരളത്തിൻ്റെ ഔദ്യോഗിക ചിത്രശലഭത്തിൻ്റെ പേരെന്താണ് പഠിച്ചത്? ബുദ്ധമയൂരി എന്നാണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് മനസ്സിലാക്കി വെക്കണം, ബുദ്ധമയൂരി എന്നത്. അടുത്തത് എന്താണ്? മുമ്പോട്ടും പിറകോട്ടും പറക്കാനാവുന്ന പക്ഷി ഏത്? മുമ്പോട്ടും പിറകോട്ടും പറക്കാനാവുന്ന പക്ഷിയാണ് ഏത്? ഹമ്മിങ് ബേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കുക. വവ്വാല് രാത്രി മാത്രം സഞ്ചരിക്കുന്നൊരു ജീവിയാണ്. അതുപോലെ എന്താണ്? നിപ്പ പരത്തുന്നത് വവ്വാലാണ്. അതൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ അതൊക്കെ അങ്ങനെ എന്തെങ്കിലും ജനറൽ ചോദ്യങ്ങൾ വന്നാൽ മനസ്സിലാക്കണം. പിന്നെ അവിടെ കുയിൽ എന്താണ് പ്രത്യേകത? എന്താ? കാക്കക്കൂട്ടിലാണത് മുട്ടയിടുക. സ്വന്തമായിട്ട് കൂടൊന്നും നിർമ്മിക്കാതെ കാക്കയുടെ കൂട്ടിലാണ് കുയിൽ മുട്ടയിടുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞൊരു ചോദ്യമുണ്ട്, വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തേക്ക് വരുന്ന ഭാഗം ഏത്? അപ്പോൾ അത് നമ്മൾ പറഞ്ഞ് ബീജമൂലം അല്ലേ? ആ ബീജമൂലമാണ് പിന്നീട് വേരായിട്ട് വരുന്നത്. അപ്പോൾ മനസ്സിലാക്കുക. പിന്നെ അതിൽ നിന്ന് തണ്ട് മുളച്ചു വരും. അതാണ് എന്ത്? ബീജശീർഷം എന്ന് പറയുന്നത് ആ തണ്ടായിട്ട് മുളച്ചു വരുന്നതാണ്. പിന്നെന്താണ്? ബീജപാത്രം എന്ന് പറഞ്ഞാൽ ആ വിത്ത് മുളച്ച് വേരടിയിലേക്ക് പോയി പിന്നെ രണ്ട് ഇല പോലെ ഇത് വരും. അപ്പോൾ അതിനാണെന്ത്? ബീജപാത്രം എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ അതിൻ്റെ കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കട്ടോ. പിന്നെ നിങ്ങൾക്ക് കഴിഞ്ഞ എക്സാമിന് വന്ന ഒരു ചോദ്യമാണ്, മുട്ടയിട്ട് കാൽപാദത്തിൽ വെച്ച് അത് വിരിക്കുന്ന ജീവി ഏത്? ഏതായിരുന്നു? അത് പെൻഗ്വിനാണ്. അത് വർഷത്തിൽ ഒരു മുട്ട മാത്രമേ ഇടുള്ളൂ. എന്നിട്ട് അത് കാൽപാദത്തിൻ്റെ ഇടയിൽ വെച്ചിട്ട് അത് വിരിയിക്കുകയും ചെയ്യും. അപ്പോൾ അത് മനസ്സിലാക്കുക. അതുപോലെ ഒട്ടകപ്പക്ഷിയെക്കുറിച്ച് എന്ത് മനസ്സിലാക്കാം നമുക്ക്? ഏറ്റവും വലിയ മുട്ടയിടുന്ന ഒരു പക്ഷിയാണ്. അതോടെ പക്ഷികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലുത് ഒട്ടകപ്പക്ഷിയാണ്. ഏറ്റവും വേഗത്തിൽ ഓടാനൊക്കെ കഴിയുന്ന ഒരു പക്ഷി കൂടിയാണ് ഒട്ടകപ്പക്ഷി. അതുപോലെ മൂങ്ങൻ്റെ പ്രത്യേകത എന്താണ്? മൂങ്ങക്ക് അതിൻ്റെ തല വട്ടത്തിൽ റൗണ്ടിൽ ചലിപ്പിക്കാൻ കഴിയും. അതാണ് അതിൻ്റെ മൂങ്ങയുടെ പ്രത്യേകത. അടുത്ത ചോദ്യം എന്താണ്? ഗർഭശ്രീമാൻ എന്ന് വിളിക്കപ്പെടുന്ന ഭരണാധികാരി ആര്? ഗർഭശ്രീമാൻ എന്ന് വിളിക്കപ്പെടുന്നത് സ്വാതി തിരുനാളാണ്.
സ്വാതി തിരുനാളിനെയാണ് ഗർഭശ്രീമാൻ എന്ന് വിളിക്കപ്പെടുന്നത്. മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനയാണ് ഏത്? ഇതിലൊരു തെറ്റായ പ്രസ്താവനയുണ്ട്. ഏതാണെന്നാണ് ചോദിക്കുക. സൂര്യൻ സ്വയം പ്രകാശിക്കുന്ന നക്ഷത്രമാണ്. അത് ശരിയാണ്. സൂര്യൻ ഒരു നക്ഷത്രമാണ്, അത് സ്വയം പ്രകാശിക്കുന്നു. പിന്നെ ചന്ദ്രന് സ്വയം പ്രകാശിക്കാൻ കഴിയും. ചന്ദ്രന് സ്വയം പ്രകാശിക്കാൻ കഴിയൂല. അപ്പോൾ അതാണ് ഇതിൽ തെറ്റായ പ്രസ്താവന. കഴിയുമെന്നാണ് ഇവിടെ പറഞ്ഞത്, അതിന് കഴിയൂല. അപ്പോൾ അതാണ് തെറ്റായ പ്രസ്താവന. ഭൂമി ഒരു ഗ്രഹമാണ്. ഭൂമി ഒരു ഗ്രഹമാണ്, അത് ശരിയാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഭൂമി ഒരു ഗ്രഹമാണ്. താഴെ പറയുന്നവയിൽ ഒരു ഗ്രഹമാണ് ഏത്? അങ്ങനെ കുറച്ച് ഇത് തന്നുകൊണ്ട് നമ്മളോട് അതിൽ ഭൂമി ഉണ്ടെങ്കിൽ അതിൽ ഭൂമിയാണ് ശരിയായത് വരിക. അപ്പം മനസ്സിലാക്കുക. അടുത്ത ഭൂമിയുടെ ഒരു ഉപഗ്രഹമാണ് ചന്ദ്രൻ. അതുപോലെ ചോദ്യം വരാം. ഭൂമിയുടെ ഒരു ഉപഗ്രഹമാണ് താഴെ പറയുന്നവരിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ ചന്ദ്രൻ ഉണ്ടോ എന്നൊക്കെ നോക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? കോർപ്പറേഷൻ ഭരണത്തലവൻ ആര്? കോർപ്പറേഷൻ ഭരണത്തലവൻ മേയറാണ്. കോർപ്പറേഷൻ ഭരണത്തലവൻ മേയറാണ്. കേരളത്തിൽ മൊത്തം 6 കോർപ്പറേഷനുകളാണുള്ളത്. 6 കോർപ്പറേഷൻ. അപ്പോൾ അതുപോലെ നമ്മുടെ വാർഡിൻ്റെ ഭരണത്തലവൻ ആരാണെന്ന് ചോദിച്ചാൽ വാർഡ് മെമ്പറാണ്. വാർഡിൻ്റെ ഭരണത്തലവന് വാർഡ് മെമ്പർ. ഒരുപാട് വാർഡുകൾ കൂടുമ്പോൾ അതൊരു പഞ്ചായത്താവും. വാർഡുകൾ കൂടിച്ചേർന്നതാണ് എന്ത്? പഞ്ചായത്ത്. പഞ്ചായത്തിൻ്റെ ഭരണത്തലവൻ ആരായിരിക്കും? അത് ചെയർമാനാണ്. പഞ്ചായത്തിൻ്റെ ഭരണത്തലവൻ ചെയർമാനാണ്. അതുപോലെ മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു തസ്തിക കൂടിയിട്ട് അതിൻ്റെത് കൗൺസിലറാണ്. കൗൺസിലർ. മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? പദാർത്ഥത്തിൻ്റെ 3 അവസ്ഥകളിലും കാണപ്പെടുന്ന വസ്തുവാണ് ഏത്? പദാർത്ഥത്തിൻ്റെ 3 അവസ്ഥയിലും കാണപ്പെടുന്നത് ജലമാണ്. ജലമാണ്. വെള്ളം 3 അവസ്ഥയിലേക്ക് മാറും. ഖരം, ദ്രാവകം, വാതകം. വെള്ളം ഐസായാൽ അത് ഖരായി. ഓക്കെ. പിന്നെ ഐസ് തണുപ്പ് പോയാൽ അതെന്താവും? ദ്രാവകമാവും. പിന്നെ വെള്ളം ചൂടാക്കി അതെന്തായിട്ടാണ് മാറുക? വാതകമായിട്ട് നീരാവിയായി മാറും. നമ്മൾ തിളച്ച് നീരാവിയായിട്ട് വറ്റി പോകുന്നത് കണ്ടില്ലേ? അപ്പോൾ അതാണ് ജലം ആണ് ഇവിടെ പദാർത്ഥത്തിൻ്റെ 3 അവസ്ഥകളിൽ കാണപ്പെടുന്നത്. മനസ്സിലാക്കുക. അടുത്തത് നോക്കൂ. കൂട്ടത്തിൽ പെടാത്തത് ഏത്? അപ്പോൾ ഇവിടെ ജലം, വായു, മണ്ണ്, മരം. അപ്പം ഇങ്ങനെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ആകെ കൺഫ്യൂഷനായി അല്ലേ? ജലം, വായു, മണ്ണ്, ഇതൊക്കെ എന്താണ്? അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടൊരു പൊതു സ്വഭാവം വ്യത്യാസമുള്ളതായിരിക്കും നമുക്കിതിൽ നിന്ന് തിരഞ്ഞെടുക്കാനുള്ളത്. അപ്പോൾ ജലം എന്ന് പറഞ്ഞാൽ എവിടെയും നിൽക്കും. നമ്മളൊരു കുപ്പിയിലാക്കി വെച്ചാലും എങ്ങനെ ആക്കിയാലും നിൽക്കും. വായുവോ? വായും എല്ലായിടത്തും എത്തിപ്പെടും. നമ്മളൊരു കുപ്പി മൂടിയാൽ വരെ അതിൻ്റെ ഉള്ളിൽ വരെ വായു ഉണ്ടാവും. മനസ്സിലായില്ല? അതുപോലെ മണ്ണ് അതുപോലെ തന്നെ എല്ലായിടത്തും ഉണ്ടാവും. പലതരം മണ്ണുകളാണെന്നുള്ളൂ. എന്നാൽ മരത്തിൻ്റെ പൊതുവെ വ്യത്യാസം എന്താണ്? അത് നമ്മൾ ഒരു പുറത്തുള്ളൊരു മരം എടുത്തുകൊണ്ടെന്ന് അകത്ത് വെക്കുകയോ കുപ്പിയിലാക്കി അടയ്ക്കുകയൊക്കെ ചെയ്താൽ അതെന്തായി പോവും? ഉണങ്ങിപ്പോവും. അപ്പോൾ അതിൻ്റെ ഒരു പൊതുവായ വ്യത്യാസപ്പെട്ടൊരു സ്വഭാവമാണത്. മനസ്സിലായില്ല? പിന്നെ എന്താണ്? ഇതിൽ ഇപ്പോൾ കണ്ടെത്തിയത് പ്രകാരം മരത്തിന് ജീവനുണ്ട്, അത് വളരുന്നുണ്ട് അല്ലേ? മണ്ണ്, വായു, ജലം ഇതൊന്നും എന്താണ്? വളരുന്നില്ല. അപ്പോൾ ഒരു പൊതുവായ സ്വഭാവം കൂടി ഇതിന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ ശരിയായത് മരമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ മറ്റുള്ളത് കൂട്ടത്തിൽപ്പെടാത്തത് തരും. അപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കണം അത് അതിൽ നിന്ന് വ്യത്യാസപ്പെട്ടത് എന്താണ് എന്നുള്ളത്. അപ്പോൾ കുറച്ച് വെജിറ്റബിൾസിൻ്റെ പേര് തരും. എന്താണ്? തക്കാളി, വെണ്ട, വഴുതന. അതിൻ്റെ കൂടെ ആപ്പിളും കൂടി തന്നാൽ അതിൽ കൂട്ടത്തിൽ പെടാത്തത് ആകുമ്പോൾ എന്താണ്? ആപ്പിൾ എന്താണ്? ഫ്രൂട്ട്സ് ആണ് അല്ലേ? മറ്റൊക്കെ വെജിറ്റബിൾസ് ആണ്. അപ്പോൾ അതുപോലുള്ള
കാര്യങ്ങളൊക്കെ നമ്മൾ പൊതുവായിട്ടുള്ളതൊക്കെ മനസ്സിലാക്കി വെക്കുക. അടുത്തത് എന്താണ്? ഒരു ചതുരത്തിൻ്റെ വീതി 8 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ചുറ്റളവ് 34 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നീളം എത്ര? അപ്പം അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഒരു ചതുരമാണ്. ചതുരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ രണ്ടുമാണ് എന്ത് വീതി എന്നത്, ഇവിടെ രണ്ടുമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 8 തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 8 എത്ര? 8 8 16 8. അപ്പോൾ ഇവിടെ പിന്നെ നമുക്ക് ഇതിൻ്റെ മൊത്തത്തിലുള്ള ചുറ്റളവ് തന്നിട്ടുണ്ട്. മൊത്തത്തിൽ ചുറ്റളവ് എത്രയാണ്? 34 ചുറ്റളവ് തന്നിട്ടുണ്ട്. അപ്പോൾ 34 ഈ 8 8 16 ഒഴിവാക്കുക, മൈനസ് ചെയ്യുക. അപ്പോൾ 34 16 പോയാൽ മൈനസ് ചെയ്താൽ എത്രയാണ്? 14. ഇവിടെ 4 പോകില്ല, അപ്പം നമ്മൾ ഇവിടെ നിന്ന് എടുത്ത് 14 6 പോയാൽ 8, പിന്നെ ഇവിടെ 2 1 പോയാൽ 1 18 കിട്ടുന്നത്. അപ്പോൾ 18 ഇവിടെ രണ്ടും കൂടി ഉള്ള, മനസ്സിലായില്ലേ? ഇവിടെ രണ്ടും കൂടെ ഉള്ള നീളം 18. അപ്പോൾ ആ 18 നമ്മൾ എന്താക്കണം? 2 സ്ഥലത്തേക്കുമായിട്ട് പകുതിയാക്കണം. 18 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? 2 18 ആവണമെങ്കിൽ 9. അപ്പോൾ ഇവിടെയും 9, ഇവിടെയും 9. അപ്പോൾ ഇത് എങ്ങനെ കണ്ടെത്തുന്നത് മനസ്സിലാക്കി. ഇതിനൊക്കെ വേറെ ഇക്വേഷനൊക്കെ ഉണ്ട്. ഇപ്പം അതൊക്കെ പറഞ്ഞ് ചെയ്യാനുള്ള സമയം നമുക്ക് ആ എക്സാമിന് ഉണ്ടാവില്ല. അപ്പോൾ അത് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കി ചെയ്യാൻ കഴിയുന്ന ഒരു രീതിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ് അവിടെ വരിക? 9 അതിൻ്റെ നീളം വരുന്നത്. അപ്പോൾ അവിടെ 9 അതിൻ്റെ ആൻസർ വരുന്നത്. അടുത്തതെന്താണ്? ഒരു സംഖ്യയെ 4 കൊണ്ട് ഹരിക്കുന്നതിന് പകരം 4 കൊണ്ട് ഗുണിച്ചപ്പോൾ 400 കിട്ടി. ഹരിക്കുകയാണെങ്കിൽ കിട്ടുന്ന സംഖ്യ ഏത്? ഹരിക്കാൻ എല്ലാവർക്കും അറിയില്ല, ഡിവൈഡ് അല്ലേ? അതെല്ലാവർക്കും അറിയാം. അപ്പം 4നെ ഗുണിച്ചപ്പോൾ 400 കിട്ടി. അപ്പം അത് സംഖ്യ ഏതായിരുന്നു? 100 ആയിരിക്കും. 100നെ 4 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 400 കിട്ടുന്നത്. അപ്പം ഹരിക്കുകയാണെങ്കിൽ കിട്ടുന്ന സംഖ്യ ഏത്? അപ്പം നമുക്ക് ഏത് സംഖ്യയാണ് ഹരിക്കേണ്ടത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു സംഖ്യയെ 4 കൊണ്ട് ഗുണിച്ചപ്പം 400 കിട്ടണമെങ്കിൽ അവിടെ 100 മനസ്സിലാക്കണം. 100നെ 4 കൊണ്ട് ഗുണിച്ചാലാണ് 400 കിട്ടുക. അപ്പം അത് ആ 100നെ 4 കൊണ്ട് ഹരിക്കണം. അപ്പോൾ എത്രയാണ് ആൻസർ എന്നാണ്. അപ്പോൾ എങ്ങനെ നമ്മൾ ചെയ്യുക? 10ൽ 4 എത്ര? 2. 10ൽ 2 2 4 8. പിന്നെ ഇത് മൈനസ് ചെയ്യാം. 10 8 പോയാൽ 2. അപ്പോൾ ഇവിടുത്തെ 0 ഇറക്കിടുക. 20 20ൽ 4 എത്രയാണ്? 5 4 മൾട്ടിപ്ലിക്കേഷൻ ഇൻറ്റു ഒക്കെ നന്നായി മനസ്സിലാക്കണം. അപ്പോഴേ നമുക്കിതൊക്കെ ചെയ്യാനൊക്കെ കഴിയുള്ളൂ. നമുക്ക് സമയം പരിമിതമാണ് എക്സാമിന്. ഇതൊക്കെ ചെയ്തിരിക്കാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പം പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ കഴിയണം. 5 4 20. അപ്പോൾ 5 ഇവിടെ എഴുതുക. അപ്പോൾ 5 4 20. ഇത് ക്ലോസ് ആയി, 0 ആയി. അപ്പോൾ എന്താണ്? 100ൽ 4 25. അപ്പോൾ ഇവിടെ ആൻസർ ഇതാ 25. അതിന് നമുക്ക് ശരി അടയാളപ്പെടുത്താം. അപ്പോൾ ഇവിടെ നമുക്ക് 100 എന്നുള്ളത് എങ്ങനെ കണ്ടെത്താൻ കഴിയും? 4 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 400 കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് 100നെ കണ്ടെത്താൻ കഴിയും? അപ്പോൾ അതിനെന്താ ചെയ്യുക? 400 ഡിവൈഡ് 4 ചെയ്യാം. നമുക്ക് എന്താണ്? 4ൽ 4 ഒരു പ്രാവശ്യം, ഒരു 4 4. പിന്നെ ഇവിടെ ഉള്ളത് പൂജ്യങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ ഇവിടേക്ക് എടുത്ത് എഴുതി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ആ 100 കിട്ടിയോ? എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ചെയ്തത് മനസ്സിലായതുകൊണ്ട് കാണുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഞാൻ പറയുന്ന വോയിസ് നന്നായിട്ട് ശ്രദ്ധിക്കുക. 400ൽ എത്ര 4 ഉണ്ടെന്ന് ഡിവൈഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഒരു 4 4, ആ 1 8. പിന്നെ ഇവിടെ പൂജ്യങ്ങളാണ് വരുന്നത്.
അപ്പോൾ അത് മേലേക്ക് എഴുതി കൊടുക്കുക. അപ്പോൾ 400-ൽ 4 നൂറുകളുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻറ്റു ചെയ്യാൻ ഉപയോഗിച്ച സംഖ്യ 100 കണ്ടെത്താം. അപ്പോൾ ആ 100-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിലെത്ര 4 ഉണ്ട് എന്ന് നമുക്ക് കണ്ടെത്താം. 25 4 ഉള്ളത്. അപ്പോൾ അതാണ് ശരി ഉത്തരം. അപ്പോൾ ഇതുപോലെ വേറെ ചോദ്യങ്ങൾ വന്നാൽ മനസ്സിലാക്കി എഴുതാൻ കഴിയണം. അടുത്തത് എന്താണ്? 1 മുതൽ 100 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക എത്രയായിരിക്കും? അപ്പോൾ നമ്മളെങ്ങനെ കണ്ടെത്തും അത്? 1 മുതൽ 100 വരെയുള്ള ഇരട്ട സംഖ്യകൾ. 1 മുതൽ 100 വരെയുള്ള ഇരട്ട സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 1 മുതൽ 100 വരെ 100 സംഖ്യകളാണ്, 100 അക്കങ്ങളാണ് ഉള്ളത്. അപ്പോൾ അതിൽ പകുതി ഒറ്റ സംഖ്യയും പകുതി ഇരട്ട സംഖ്യയാണ്. അപ്പോൾ 50 ഒറ്റ സംഖ്യ, 50 ഇരട്ട സംഖ്യ. ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് ഇക്വേഷൻ? n = n+1. അപ്പോൾ എന്ത് ചെയ്യണം? n = n പറഞ്ഞാൽ നമ്മൾ 50 50 ഇൻറ്റു ചെയ്യണം. 50 × 50 + 1. അപ്പോൾ 50 + 1. അപ്പോൾ 50 × 51. എന്നിട്ട് 50-നെ 51 കൊണ്ട് ഇൻറ്റു ചെയ്യാം. 1 0 0 1 5 5 5 0 0 5 5 25 0 5 5 2 2550 ആണ് അതിലെ സംഖ്യകളുടെ തുക. 2550. അപ്പോൾ അത് കണ്ടെത്തിയാൽ മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ ഒറ്റ സംഖ്യയുടേതാണ് ചോദിച്ചത്. അപ്പോൾ അതുപോലെ ഒറ്റ സംഖ്യയുടേത് ചോദിച്ചാലോ? ഒറ്റ സംഖ്യയുടേത് നമുക്ക് എളുപ്പം n² ആണ് അതിൻ്റെ ഇക്വേഷൻ. n², അതായത് 50 × 50. അപ്പോൾ 50 × 50 2500 ഒറ്റ സംഖ്യകൾ വരിക. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. അടുത്തത് നോക്കൂ. താഴെ കൊടുത്തവയിൽ 50 × 20 തുല്യമായത് ഏതാണ്? 50 × 20 തുല്യമായത് ഇതാണ്, 40 × 20. പിന്നെ 10 × 20. അപ്പോൾ 50 × 20 തുല്യമായതാണ് ഇവിടെ വന്നത്. മനസ്സിലാക്കുക. 40 + 10 മനസ്സിലായി, ഇൻറ്റു 10 10 × 20. അപ്പോൾ അത് മനസ്സിലാക്കുക. 40 × 20 ആൻസറിൻ്റെ കൂടെ 10 × 20 ആൻസർ ചെയ്താൽ 50 × 20 ആൻസർ കിട്ടും. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. അടുത്തത് എന്താണ്? 225 196 169 144. അപ്പോൾ ഇതിനൊരു ഓർഡർ വൈസിലാണിത് പോകുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക, എന്താണ് ഇത് തമ്മിൽ വ്യത്യാസം വരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം അടുത്ത സംഖ്യയിലേക്ക് നമ്മൾ പോവാൻ. അപ്പോൾ എന്താണ്? ഇത് കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് കുറയുന്നത് എന്ന് മനസ്സിലാക്കുക. 225 എന്ത് കുറഞ്ഞപ്പോഴാണ് 196 ആയത്? അതായത് നമുക്ക് കുറച്ച് സംഖ്യകൾ തരുമ്പോൾ അതിനൊരു വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക. ഇത് നോക്കൂ, 2 4 6 8 10. അപ്പോൾ ഇതൊക്കെ 2ൻ്റെ ഒരു മൾട്ടിപ്ലിക്കേഷനാണെന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ 3 6 9 12 അങ്ങനെ പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി ഇങ്ങനെ 15 18. അപ്പോൾ ഇവിടെ 12 14 ഇങ്ങനെ എഴുതി പോവാം. അപ്പോൾ അതുപോലെ നമുക്ക് കുറച്ച് വ്യത്യാസമുള്ള സംഖ്യകൾ കൂടുതൽ വ്യത്യാസമുള്ള സംഖ്യകൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അപ്പോൾ കുറച്ച് 50 100 150 200 ഇങ്ങനെ വലിയ സംഖ്യകൾ വരും. അപ്പോൾ അത് തിരിച്ചിട്ടും വരും. 500 450 400 350. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷനായിട്ട് വരും. അപ്പോൾ ഇത് ഇങ്ങനെ റൗണ്ടായ സംഖ്യ അല്ലാതെ വരുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ ആവുക. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തിയിട്ട് വേണം അതിലേക്ക് വരാൻ. പിന്നെ ഇക്വേഷനൊക്കെ ഉണ്ടാവും ഇതിന്. അപ്പോൾ അത് 4ാം ക്ലാസ് പഠിക്കുന്ന നിങ്ങൾക്ക് അതൊന്ന് പറഞ്ഞു തന്നിട്ട്
ഉപകാരമില്ല. എന്താ വെച്ചാൽ അതൊന്നും അങ്ങനത്തെ കണക്കുകളൊന്നും നിങ്ങൾക്ക് സ്കൂളിൽ എത്തിയിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് അത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി വെക്കുക. ആദ്യം 196ഉം 225ഉം തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ സ്ക്വയറുകളാണ് വന്നത്. നമ്മൾ നേരത്തെ 50 × 50 കണ്ടതുപോലെ എന്തിൻ്റെ സ്ക്വയറാണ് 225? അപ്പോൾ ഇവിടെ എന്താ വന്ന ഇക്വേഷൻ പ്രകാരം എന്താണ്? 15 × 15 225 അതാണ് ഇവിടെ വന്നത്. പിന്നെ അടുത്തതാ 14 × 14 അതാണ് എന്ത്? 196. പിന്നെ 13 × 13 അതാണ് എന്ത്? 169. അത് പ്രകാരമാണ് ഇവിടെ പോകുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ എത്തുമ്പോൾ എത്ര ആയിരിക്കും? അപ്പോൾ ഇവിടെ 12, പിന്നെ 11 × 11 ആണ് ആൻസർ നമുക്ക് വരേണ്ടത്. 11 × 11 121 അതാണ് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇത് കണ്ടെത്തുന്ന രീതിയൊന്നും നിങ്ങൾക്ക് സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല 4ാം ക്ലാസ്സിൽ. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട രീതി ഇതാണ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ കണ്ടെത്തണം. 196ഉം 225ഉം തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വ്യത്യാസം കുറഞ്ഞു വരുന്ന രീതി ഉണ്ടാവും. അപ്പോൾ ഇത് തമ്മിൽ ഉള്ള ഡിഫറൻസ് വ്യത്യാസങ്ങൾ ഒരുപോലെ ആയിരിക്കും. ആ രീതിയിൽ ആണ് നമ്മൾ കഴിഞ്ഞ ചോദ്യ പേപ്പറിൽ ആ രീതിയിലാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഇതും കൂടി മനസ്സിലാക്കി വെച്ചാൽ ഇങ്ങനത്തെ വന്നാൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയും. അതിനാദ്യം 1 മുതൽ 15 വരെയുള്ള ഈ സംഖ്യകൾ കണ്ടെത്തുന്നത് അതിൻ്റെ ആൻസർ എന്താണെന്ന് മനസ്സിലാക്കിയാൽ അതുപോലുള്ളത്. സിമ്പിളായിട്ട് നേരത്തെ പറഞ്ഞ രീതിയിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എഴുതാൻ കഴിയും. അപ്പോൾ എല്ലാവരും ഉപകാരപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി ഭാഗങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.